അങ്ങനെ വെള്ളിയാഴ്ച എൻ്റെ ജുമാ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരിട്ട് പോയത് നമ്മുടെ സ്കൂളിലേക്കാണ്. സ്കൂളിലത്തെ മീറ്റിങ്ങിനാണ് പങ്കെടുത്തത്. ഏ, നല്ല ഒരു മീറ്റിംഗ് ആയിരുന്നു. ഏതായാലും ദ്വീപുകാരെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യണം. മറ്റുള്ളവർക്കും കാണാം, എല്ലാവർക്കും കാണാം. ഓക്കെ. 45 മെമ്പേഴ്സിനെ ക്ഷണിച്ചതായിരുന്നു. പക്ഷേ ആകെപ്പാടെ വളരെ കുറച്ച് ആളുകളെ വന്നിട്ടുള്ളൂ. വളരെ മോശമായിപ്പോയി അത്. നമ്മൾ ടീച്ചേഴ്സുമായിട്ട് സഹകരിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിനാണ് അവരെ വിളിച്ചിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന റോസ് ഫ്ലവർ പ്ലാസ്റ്റിക്കാണ്. എന്തിനാണോ പ്ലാസ്റ്റിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ്? നമ്മുടെ മക്കളുണ്ടാക്കുന്ന പേപ്പർ ക്രാഫ്റ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താൽ പോരെ? കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് കേട്ടോ. ഞങ്ങൾ നാട്ടുകാർക്ക് എന്തോ റോളുണ്ടെന്നാണ് ഈ സ്കൂളിൻ്റെ എക്സലൻ്റ് ആയിട്ടുള്ള അക്കാഡമിക് ഇയറിന് ഒരു റോളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു ടോപ്പിക്കിലാണ് ഇവർ അവയർനെസ് നടത്താൻ പോണത് കേട്ടോ. ഈ സാറ് വാഹിദ മാമിനെ എന്നെ പഠിപ്പിച്ച ടീച്ചറാട്ടോ. വാഹിദ മാമിനെ അങ്ങ് വെൽക്കം ചെയ്യുകയാണ്. വാഹിദ മാം പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് അധ്യാപകന്മാർക്ക്, അതേപോലെ തന്നെ നാട്ടുകാർക്ക്, രക്ഷിതാക്കൾക്ക്, ഇവർക്കെല്ലാവർക്കും ഈ സ്കൂളുമായിട്ട്. ഈ സ്കൂളിലെ സ്റ്റുഡൻസ് എങ്ങനെ ആവണം തീരുമാനിക്കുന്നത് ഈ പറയുന്നവർ കൂടിയാണ് എന്നുള്ള വിധത്തിലാണ് മാം സംസാരിച്ചത്. മാമിൻ്റെ വർത്തമാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. എന്നിട്ട് ഇതിനെക്കുറിച്ച്, ഈ റോളുകളെക്കുറിച്ചൊക്കെ എക്സലൻ്റായിട്ട് സംസാരിക്കാനായിട്ട് ഇവിടെ നമ്മുടെ വേദിയിലിരിക്കുന്ന സാറന്മാരെ വെൽക്കം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നസീർ സാറിനെ അങ്ങ് വെൽക്കം ചെയ്തു. ആദ്യം നസീർ സാറ് പറഞ്ഞ ഒരു വലിയൊരു പോയിന്റ് വെച്ചാൽ, നാട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാ പാരൻസിനെയും ഇതിലേക്ക് കൊണ്ടുവരണം, വെൽക്കം ചെയ്യണമായിരുന്നു. അതുമാത്രമല്ല പൊളിറ്റിക്സ് ലീഡേഴ്സിനെയും കൂടി ഇതിലേക്ക് വെൽക്കം ചെയ്യണമായിരുന്നു എന്ന വിധത്തിൽ സംസാരിച്ചു. മൂപ്പരുടെ അഭിപ്രായം പറഞ്ഞാണ്. അതിനോട് ഞാൻ യോജിക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും അറിയട്ടെ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഈ കുറഞ്ഞ 45 മെമ്പേഴ്സ് മാത്രം അറിഞ്ഞാൽ നമ്മുടെ നാട് നന്നാവും, കമ്മ്യൂണിറ്റി നന്നാവും? ഇല്ലല്ലോ. നസീർ സാറിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. എൻ്റെ ഒരു ഇക്കാക്ക കേട്ടോ, എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഇക്ക ഒരു അഭിപ്രായം പറഞ്ഞു. മൂപ്പർക്ക് ഒരു കുക്കുംബർ സിറ്റി എന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്ക് വക്കീലന്മാർ വന്നത്രേ. അപ്പോൾ ആ വക്കീലന്മാർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ പേര് പോലെയാണോ നിങ്ങളുടെ നാടെന്ന് എന്ന് ചോദിച്ചത്ര. വെച്ചാൽ വെള്ളരിക്ക പട്ടണം, കുക്കുംബർ സിറ്റി. ഒക്കെ മനസ്സിലായോ? എന്നുവെച്ചാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ ജനങ്ങൾ ഒന്നും പ്രതികരിക്കുന്നില്ല. അതെന്താ എന്നുള്ള വിധത്തിൽ അങ്ങ് ചോദിച്ചു എന്ന് പോലും, സംസാരിച്ചെന്ന് പോലും. അപ്പം ഇയാൾ പറയാണ്, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് പറയാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റുന്ന, നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മക്കളെ, ഒരു തലമുറയെ വാർത്തെടുക്കണം എന്ന വിധത്തിലാണ് ഇക്ക സംസാരിച്ചത്. ആ ഒരു വിധത്തിൽ തന്നെയാണോ നമ്മുടെ ഈ ഒരു അവയർനെസ് പോകുന്നത്? അതെനിക്കറിയത്തില്ല. അങ്ങനെ ആവണം എന്നുള്ള ഒരു സജഷൻസ് അയാൾ പറഞ്ഞു. നല്ല സജഷൻ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ന് പേരിട്ടായിരുന്നു. ഞാൻ താങ്കൾ ചോദിക്കേണ്ടതാണ്, ഇതൊരു വെള്ളരിക്ക പട്ടണം പോലെയാണ്, ഇവിടുത്തെ അവസ്ഥ ഒരു വെള്ളരിക്ക പട്ടണം പോലെയാണ്. നിങ്ങളുടെ പേര് ശരിക്ക് യോജിപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും ഒന്നും സംസാരിക്കുന്നില്ല. സമൂഹം ആ ഒരു രീതിയിൽ നിങ്ങൾ മാറിപ്പോയോ എന്ന് എന്നോട് ചോദിച്ചാണ്. കാരണം സാമൂഹമായിട്ട് ആ പ്രശ്നത്തിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ സമൂഹം ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയോ എന്നൊരു സംശയത്തിലാണ് നാമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസം നമ്മുടെ തലമുറക്ക്, നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം കിട്ടി മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സമൂഹത്തിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ പ്രോഗ്രാമിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് ഈ 2025-26 വർഷത്തെ അങ്ങനെ നസീർ ഖാൻ്റെ ക്ലാസ് കഴിഞ്ഞ് നസീർ ഖാൻ അങ്ങനെ മൊബൈലല്ല സോറി മൈക്ക് കൈമാറുകയാണ്. ഈ അടുത്ത സാറിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ, അദ്ദേഹം ഭയങ്കര നോളജുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു, ഭയങ്കര ബുദ്ധിയാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തിയറികൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല അയാളുടെ സ്പീച്ച്. അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നീടൊരു ദിവസം ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് സ്റ്റഡി ചെയ്യണം. എൻ്റെ മോൻ്റെ സാറാണ് ഈ നിൽക്കണത് കേട്ടോ.
അപ്പോൾ ഈ സാറിൻ്റെ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എക്സലൻ്റ് ആയിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ്. എല്ലാവരുടെ സ്പീച്ചും കുറച്ച് അല്പം ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ സമ്മറി പറഞ്ഞു തരുന്നത് കേട്ടോ. ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സ്റ്റഡി ഹാബിറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കണം എന്നാണ്. നമ്മുടെ ദ്വീപിൽ, ലക്ഷദ്വീപിലെ കുട്ടികൾക്ക് രാത്രി ഇന്ന് എല്ലായ്പ്പോഴും മക്കളെ പഠിപ്പിക്കുക, അല്ലാതെ വേറൊരു കാര്യം ചെയ്യാൻ നമ്മൾ സമ്മതിക്കരുത്. ഓട്ടോമാറ്റിക്കായിട്ട് നൈറ്റിൽ അവർ പഠിക്കാൻ ഇരുന്നോളൂ എന്നാണ്. ഓക്കെ. വല്ലപ്പോഴും വല്ല സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ രാത്രി പഠിക്കാതെ ആ കാര്യങ്ങൾ ചെയ്യാവൂ. പക്ഷേ മാക്സിമം നമ്മൾ എല്ലാ ദിവസവും നൈറ്റിൽ ഇത്ര സമയം മേ ബി മഗ്‌രിബ് ബാങ്കിൻ്റെ കൂടെ അന്തിയുള്ളതിൻ്റെ കൂടെ പുസ്തകത്തിന് മുമ്പിലേക്ക് ഇരിക്കുക. എന്നിട്ട് ഇശാ കഴിഞ്ഞ് 10 മണി 11 മണി അങ്ങനെ ഒരു ടൈം, ഫിക്സഡ് ടൈം പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യണം. ഈ ഒരു ക്യാരക്ടർ ഇതുവരെയായിട്ട് നമ്മുടെ ദ്വീപിൽ ആയിട്ടില്ല എന്ന് പോലും. വളരെ നല്ലൊരു കാര്യമാണ് സാറ് പറഞ്ഞു തന്നത്. നമ്മുടെ ലക്ഷദ്വീപിലത്തെ ഒരു സിസ്റ്റമാണ് റംസാൻ മാസം ഉറങ്ങാതെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കുട്ടികൾ ഉറങ്ങാതെ എക്സാമിൻ്റെ സമയമാണ്, റംസാൻ മാസവുമാണ്. കുട്ടികൾ പഠിച്ചതിന് ശേഷം വന്ന് ക്യാരം ബോർഡ് കളിക്കാൻ പറഞ്ഞിട്ട് 1 മണി സമയത്ത് ക്യാരം ബോർഡ് കളിക്കുന്നത് കണ്ടത്രേ. അവർ പറഞ്ഞത് ഞങ്ങൾ പഠിച്ചിട്ടാണ് വന്നതെന്നുള്ള കാര്യവും പറഞ്ഞെന്ന് പോലും. പക്ഷേ ഈ കൂട്ടർ പിറ്റത്തെ ദിവസം എക്സാം ഹാളിൽ ഉറങ്ങി. മക്കളെ റംസാനായാലും എക്സാമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും മക്കളെ ഉറക്കണം. ഉറക്കിയേ തീരൂ എന്നുള്ള കാര്യമാണ് സാറ് പറഞ്ഞ മറ്റൊരു കാര്യം. ചില പാരൻസ് സാറിനോട് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ടെന്ന് പോലും. എന്തെന്ന് വെച്ചാൽ 2ലും 3ലും പഠിക്കണ കുട്ടികളുടെ ഉമ്മമാരും വാപ്പാരും കേട്ടോ, മക്കളങ്ങ് അനുസരിക്കുന്നില്ല എന്ന് പോലും. ഈ ഒരു ചെറിയ പ്രായത്തിൽ മക്കളെ ചേഞ്ച് ചെയ്യാനും പാരൻസിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ കുട്ടികൾ വളർന്നു വലുതായി +1 +2 എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു മെത്തേഡ് ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത്. വളരെ നല്ല നല്ല കുട്ടികളോട് ഇടപഴകുക, പിന്നെ സംസാരിക്കുക, അങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ സാറ് ആ മെത്തേഡ്സൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞത് നന്നായിരുന്നേനെ. കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ കുട്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര നമ്മളും ഇൻവോൾവ്ഡ് ആണ്, കുട്ടികളും ഇൻവോൾവ്ഡ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ പല കണ്ടൻറ്റുകളും, ഉദാഹരണത്തിന് നമ്മുടെ ഈ ഇൻസ്റ്റയിൽ വരുന്ന കണ്ടൻറ്റ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ വരുന്ന പോലെ ഇതൊക്കെ കുട്ടികൾ നോക്കിയിരിക്കുകയെ എന്നിട്ട് ആ പരിപാടി മറ്റേ പരിപാടിക്ക് ഒപ്പിക്കുന്ന മക്കൾ എന്നുള്ള വിധത്തിൽ സാറ് പറഞ്ഞു. സാറിന് അറിയാമെന്ന് പോലും ഇങ്ങനത്തെ പരിപാടി കൊണ്ട് നടന്നതൊക്കെ. അങ്ങനെ അപ്പോൾ നമ്മൾ ബോധം വേണം നമുക്ക് ഈ കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നതെന്നുള്ളത് കേട്ടോ. ആ അങ്ങനെ ലാപ്ടോപ്പ്, മൊബൈല് ഇങ്ങനെ കണ്ട സാധനങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, ഇൻ്റർനെറ്റൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം എന്നുള്ള വിധത്തിലുള്ള ഒരു കാര്യം സാറ് പറഞ്ഞു. ഒരിക്കൽ സാറിനൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. അപ്പോൾ 2 പെൺകുട്ടികൾ സാറിനോട് ചമ്മിപ്പോയി എന്ന് പറയണ ഇങ്ങനൊരു ഡയലോഗ് അടിച്ചെന്നുള്ള ഇതിന് പല അർത്ഥങ്ങളുണ്ടേ. ഇപ്പം ഇത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഇതൊരു കോമഡി എന്ന കോലത്തിൽ പലരും പറയുന്നതാണ് എന്ന കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തോ ഇതായി തെറ്റിപ്പോയി. അപ്പോ ഞാൻ ചമ്മേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. അപ്പൊ സാറ് ചമ്മിപ്പോയി എന്ന് പറയുന്നതിന് പകരം ആ കുട്ടികൾ യൂസ് ചെയ്ത വാക്കാണ് സാറ്. നിങ്ങൾ വാക്ക് നോക്കണം. അവർക്കറിയില്ല ഈ വാക്കിന് ഏതൊക്കെ തലത്തിലുള്ള അർത്ഥങ്ങളുണ്ടെന്ന് ആ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഈ വാക്ക് അവർ ഏതെങ്കിലും സിനിമയെന്നോ അല്ലെങ്കിൽ സീരീസിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള റീൽസിൽ നിന്നോ കണ്ടതാവാം. ആ കണ്ട കാര്യം അവരെന്താണ് ആ റീൽസിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ഫൺ സിറ്റുവേഷനിലാണ്. കുട്ടികളപ്പോൾ വീട്ടിൽ നിന്ന് വന്നാലും കുട്ടിയോട് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, സ്കൂളിൽ എന്തെല്ലാം പഠിപ്പിച്ചു, എന്തെല്ലാം ഹോംവർക്ക് തന്നു, എന്തൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ചോദിക്കണം മക്കളോട്. എങ്കിലാണ് മക്കൾ അതൊക്കെ ഓർക്കുക. പലപ്പോഴും കുട്ടികൾ വന്നിട്ട് പറയും ഞങ്ങൾ മറന്നു പോയെന്ന്. അതിന് കാരണം പാരൻസ് വീട്ടിൽ നിന്ന് ചോദിക്കുന്നില്ല. ചോദിച്ചാൽ അവർക്ക് ഓർമ്മ വരും എന്നുള്ള കാര്യം കൂടി സാർ ഓർമ്മിപ്പിച്ചു. ഡെയിലി അത് ചെയ്യണമെന്നാണ്. കുട്ടികളുടെ പ്രോഗ്രാംസ് കാണാനായിട്ട് പാരൻസ് വരണമെന്ന് പറയുന്നുണ്ട് സാറ്. ഓക്കെ, ഞങ്ങളെല്ലാവരും വരാൻ തയ്യാറായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ. അതാണ് ഞങ്ങൾക്ക് സാറിനോട് പറയാനുള്ളത്. ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം കൂടി എല്ലാ ടീച്ചേഴ്സും കേൾക്കണം കേട്ടോ. അങ്ങനെ കൂടി ആക്കിയാൽ ഈ പ്രോഗ്രാം കുറച്ചും കൂടി സെറ്റപ്പായിരിക്കും. നസീർ സാറാട്ടോ, എൻ്റെ മദറിൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് കൂടിയാട്ടോ. അവരങ്ങനെയും ഒരു റിലേഷൻ എനിക്ക് ഈക്കാനോടുണ്ട്. അപ്പോൾ ഇക്ക പറയുന്ന കാര്യം, നസീർ സാറ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ
ചെറിയ കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ താമസിച്ച് കഴിഞ്ഞാൽ പാരൻസ് വിളിച്ച് ശല്യം ചെയ്യും അത്രേ. അതേസമയം ഈ സാറ് ബീച്ചിൽ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ അന്തി ഇരുട്ടായതിന് ശേഷവും കുട്ടികൾ കളിക്കണത് കാണാൻ പറ്റുമെന്ന് പോലും. ഈ നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ, ദ്വീപിലത്തെ കുട്ടികളെ. അപ്പം തീരെ ബോധമില്ല പാരൻസിനൊന്നും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ എല്ലാവരുടെയും കാലത്ത് നമ്മൾ മഗ്‌രിബ് ബാങ്കിന് മുമ്പ്, അന്തി ഇടുന്നതിന് മുമ്പ് വീടെത്തുമായിരുന്നു. ഇപ്പം കുട്ടികൾക്ക് ബോധമില്ലാന്ന് പോലും. കുട്ടികൾ സ്വയം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു ധാരണ കുട്ടികൾക്ക്. എൻ്റെ കുട്ടിയല്ലേ, ആ കുട്ടി മുതിർന്ന കുട്ടിയാണല്ലോ, അതവന് ഇഷ്ടമുള്ള സമയത്ത് വീട്ടിലേക്ക് വരും എന്നുള്ളൊരു ധാരണ പാരൻസിനും വന്നുപോയി. ഇവിടാണ് പ്രശ്നം. ഈ ഗ്യാപ്പിലാണ് സംഗതികൾ കാര്യമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ അതാണ് നബി സാറ് പറഞ്ഞ പോലെ ഞാൻ നസീർ അടങ്ങുന്ന ഞങ്ങൾ ഒരു മഗ്‌രിബ് ബാങ്ക് വരെ ഞങ്ങൾ കടപ്പുറത്തിരിക്കാറില്ല. അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ കുറച്ച് നമ്മൾ അത്യാവശ്യം ഡയലോഗ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നാലും ചില കുട്ടികൾ, ചെറിയ മക്കൾ അന്തിയെ ഈശാനെ ആ ഗ്യാപ്പിൽ ആ റോഡിൽ കൂടി എവിടെയെങ്കിലും കറങ്ങുന്നതാണ്, ഫുട്ബോൾ കളിച്ചിട്ട് അതുവരെ വീട്ടിലേക്ക് എത്താത്ത കുട്ടികൾ വരെ ഉണ്ട്. ഞാൻ പറയുന്നത് കള്ളത്തരമൊന്നല്ല, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. നല്ല ഇരുട്ടാവുന്നത് വരെ ഒരു 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലേക്ക് എത്താത്ത കുട്ടികളുണ്ട്. അതായത് സാറ് പറഞ്ഞ കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് വാപ്പമാരെ പേടിയായിരുന്നു. പിന്നെ ഉമ്മാമോടൊക്കെ ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും, വാപ്പയോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മാടെ വാപ്പയോടൊക്കെ. അങ്ങനെ നമ്മൾ സമയത്തിന് അങ്ങ് എത്തും. അന്തി ഉള്ളതിന് മുമ്പ് അങ്ങ് എത്തും, പള്ളിയിലേക്കും പോവും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പഴയതുപോലെ റെസ്പെക്റ്റും സ്നേഹവും ഒന്നും നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾക്കില്ല. അതൊക്കെ ആക്കിയെടുക്കണം നമ്മൾ തന്നെ. ഇച്ചിരി പേടിയും വേണം എന്നതാണ് സാറിൻ്റെ ഒരു അഡ്വൈസ്. അതുമാത്രമല്ല, സാറ് പറയുന്ന കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു വീട്ടിൽ നടന്ന സംഭവം വീഡിയോ എടുത്ത് അയച്ചു. ഒരു സ്വന്തം ഉമ്മാനെ ഒരു കുട്ടി തല്ലുക. കാരണം വെച്ചാൽ മൊബൈൽ കിട്ടിയില്ല, മൊബൈൽ തന്നില്ല എന്ന പേരിൽ. അപ്പോൾ ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം, കിട്ടിയതിന് ശേഷം ഒരിക്കലും അങ്ങനത്തെ പ്രശ്നം വീട്ടിലുണ്ടാക്കിയിട്ടില്ല എന്നൊരു കാര്യം പറയുകയുണ്ടായി. സ്കൂളിലേക്ക് മിനിയാന്ന് നിസാർ സാറിന്റെ വീട്ടിലേക്ക് ഒരു കുട്ടി മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ, 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മാനെ ചവിട്ടുന്ന ഒരു വീഡിയോ തന്നെ വീട്ടുകാർ പറഞ്ഞ് കേൾക്കാതെ ഇനി ഇത് കാണിച്ചാൽ സാറന്മാർ പറഞ്ഞാൽ കുട്ടി കേൾക്കും എന്ന് വിചാരിച്ചിട്ട് അയച്ചു. പക്ഷെ അത് വീഡിയോ അയച്ചത് ഒരു കണക്ക് നന്നായി. അതിനുശേഷം ആ കുട്ടി ആ ഉമ്മാനെ ഉപദ്രവിച്ചിട്ടില്ല. മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ അല്ല, ഒരിക്കലും ആ കുട്ടിക്ക് ഉമ്മാനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ ആ കുട്ടി ഉമ്മാനോട് സ്നേഹം പൊതുവെ അങ്ങനെയാണ്. പാപ്പമാരുടെ അടുത്തേക്ക് മക്കൾ അടുക്കില്ല. ഉമ്മമാരോടാണ് എല്ലാ തോന്നിയവാസങ്ങളും, എല്ലാ കുരുത്തക്കേടുകളും കളിക്കാം. പാപ്പമാരങ്ങനെ ചിലപ്പോൾ പേടിയാണ്. പക്ഷെ അവിടെ ഞാൻ പറയുന്നു, ഈ കുരുത്തക്കേട് ഉമ്മമാരോട് കളിക്കുന്നത് സ്നേഹം കൊണ്ടും പാപ്പമാരോട് കളിക്കാതിരിക്കുന്നത് പേടി കൊണ്ടുമാണ്. അല്ലാതെ ഒരിക്കലും ഉമ്മാനോടുള്ള ദേഷ്യം കൊണ്ടല്ല കുട്ടികൾ ഈ തോന്നിയവാസങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട, ഇങ്ങനെയുള്ള ഡയലോഗുകളൊന്നും മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ എല്ലാ സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വെരി 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 ഗുഡായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു കേട്ടോ. 98 മാർക്കാണ് ഞാനിവിടെ 100-ൽ. കാരണം വെച്ചാൽ പഞ്ചായത്ത് സ്റ്റേജിൽ നടത്തണം ഇതൊക്കെ, നാട്ടുകാരെല്ലാവരും അറിയട്ടേത്. എല്ലാവരും സലാം പറഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങാണ് ചെയ്തത്. പിന്നെ ശരി, ലക്ഷദ്വീപ് കാണുവാൻ വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ എല്ലാ സഹായവും ചെയ്യാം. പെർമിറ്റൊക്കെ എടുത്ത് തരാം കേട്ടോ. നമുക്ക് ഗസ്റ്റ് ഹൗസൊക്കെ ഉള്ളതാണ്. എൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിൽക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.